Hi friends, Assalamualaikum. Welcome back to my YouTube channel Aafi Flavour. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്ക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൊടുത്തന്നെ. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് തോളുന്ന ഓപ്ഷൻ കൊണ്ട് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ എടുക്കാം. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില പിച്ചി ഇട്ട് കൊടുക്കാം. എന്നാലേ നമുക്ക് ഒരു നല്ല മണം കിട്ടൂ. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരു 4 മീഡിയം സൈസ് സവാള നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, അപ്പോൾ ഇത് ലെന്തി ആയി പോകും, അതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലായിടത്തും പിടിക്കുന്ന രീതി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയേ. എന്നിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ 1/2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇതാ നമ്മൾ 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ മസാലയ്ക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ചിക്കനിലൊക്കെ നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ചൊന്ന് ചൂടാക്കാം. അതായത് ഈ ചിക്കൻ്റെ തണുപ്പൊക്കെ മാറി ഒന്ന് ചൂടാകുമ്പോൾ ചിക്കന് വെള്ള കളർ വരുമല്ലോ, അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് ചൂടാക്കാം. ഞാൻ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ചൂടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇതിൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുക നോക്കിയതാ. ഇപ്പോൾ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ അരപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ ചിക്കൻ വെന്തെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇത് ഇത്തിരി കൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം. എത്ര വറ്റിക്കുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. വേണമെങ്കിൽ ചിക്കൻ വെന്തെങ്കിൽ ഇങ്ങനെ എടുക്കാവേ. അത് നമ്മളിനി ഇത്തിരി കൂടെ പറ്റിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ.
അതിൻ്റെ നമ്മളത് ആ ചിക്കൻ ചുക്ക ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ അടുപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തല്ലോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ചുക്കയൊക്കെ തിന്നാൻ തോന്നുവാണെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം നമ്മൾ ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. കൂടെ തൊട്ടിട്ട് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണുള്ള പ്രസ് ചെയ്ത് തോളുന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത വീഡിയോ നമുക്ക് ഇനി കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.